നമ്മൾ ഇന്നൊരു ചെറിയ പരിപാടി ചെയ്യാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ പഴയ കുറച്ച് പരിപാടികൾ പൊടി തട്ടെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നുണ്ടായിരുന്നൊരു പണികളായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അതൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് ക്രാഫ്റ്റ്, ഡ്രോയിങ് അതിനോടൊക്കെ ഒരു കമ്പുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കുറേ പടങ്ങൾ, ചുമര ഇതൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വരച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം വരയ്ക്കാനൊന്നുമില്ല, പെയിൻറ്റിങ്ങും ഇല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ബ്രഷും പെയിൻ്റൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. ഇത് എന്തിനാണെന്നൊന്നും കാണിച്ചു തരാം. വലിയ ഡ്രോയിങ് അല്ല, ഇന്ന് ചെറിയൊരു പരിപാടിയാണ്. ഈ ഒരു പാത്രങ്ങളിൽ പെയിൻ്റ് അടിക്കാനാണ്. ഇത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് അവസാനം പറഞ്ഞുതരാം. അപ്പം എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മോളും ഇവിടെ രംഗത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ആദ്യം തന്നെ ഇതിന് പെയിൻറ്റ് കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഉള്ളിൽ കൊടുക്കുന്നില്ല, പുറത്ത് മാത്രമാണ് കേട്ടോ. ഇത് സഹായി എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സഹായിനെയും കൂടെ മാനേജ് ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആള് ഇതൊക്കെ എടുത്ത് കളിക്കലുണ്ട് കണ്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണേ, ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പം ഞാനിതിൽ 2 കോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുറച്ച് വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ തന്നെയാണ് ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒറ്റൊരു കോട്ടിങ്ങിൽ തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നല്ല വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോട്ട് 3 കോട്ടൊക്കെ കൊടുത്ത് വരും. അപ്പം നന്നായി നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. ഇത് ഞാൻ നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. വേറെ ഒന്നിനല്ല, അതെ ഇങ്ങനെ നമ്മുടെ ചെടിയുടെ അടിയിൽ വെക്കാൻ വേണ്ടിയാണ്, വെള്ളം പോകാൻ വേണ്ടി, ട്രേ പോലെ വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചകത്തേക്ക്. അപ്പോൾ നമ്മുടെ സാധാരണ ചെടിച്ചട്ടി ഉള്ളൂ. അപ്പം ഞാൻ പുതിയത് വാങ്ങിക്കാനൊന്നും നിന്നില്ല. നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പിന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലും കൂടെ അടിച്ചാൽ സൂപ്പറായിരുന്നേനെ. പക്ഷെ ഞാൻ ഉള്ളിൽ അടിച്ചില്ല. പിന്നീട് ഇപ്പോൾ വെച്ചപ്പോഴാണ് തോന്നിയത് ഉള്ളിലും കൂടെ അടിക്കണമായിരുന്നു എന്ന്. അന്ന് സാറില്ല, ഇപ്പം എന്തായാലും വെച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇനി വെക്കേണ്ട സ്ഥലങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമ്മളത് ജനലയുടെ അവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരെ എടുത്ത് ഇവിടുന്ന് മാറ്റണം. ഇതിന് നേരെ എടുത്ത് നമ്മുടെ ഹോളിൽ നമുക്കൊരു ഷൂറാക്ക് ഉണ്ട്, അതിൻ്റെ മീതെ വെക്കാമെന്ന് വെച്ചു. ഈ ഒരു പൊസിഷൻ നല്ല വെയിലും ഇതൊക്കെ കിട്ടുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ഈ ചെറുത് നിങ്ങൾ മുളച്ച് വരുന്നുള്ളൂ, അവരെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ നന്നായി വെയിലും ഇതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വളരാൻ വേണ്ടിയാണ്, അതൊരു ചെറിയൊരു തൈയും കൂടിയാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഇവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത് അത്യാവശ്യം ബെറ്ററായി നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇവിടെ നോക്കിയപ്പോഴാണ് ഈ റൂമിൽ ഈ ഒരു ജനലയുടെ അവിടെ വയ്ക്കുക. അവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.